ഹലോ നമസ്കാരം. എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് വീണ്ടും ചൂടാക്കി കഴിക്കാൻ പലർക്കും മടിയാണ്. അത് വേറൊരു ലെവലിൽ മോഡിഫിക്കേഷൻ ചെയ്തുണ്ടാക്കി കൊടുത്താൽ നമ്മുടെ വഴി അറിയാതെ പ്ലേറ്റ് കാലിയാകും. ഇന്ന് അങ്ങനെയുള്ള ഒരു ഐറ്റമാണ് ഞാൻ നിങ്ങൾക്കിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ നാടിൻ്റെ സിഗ്നേച്ചർ ഫുഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന പൊറോട്ട വെച്ച് ഒരു കിടിലം റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. നമുക്ക് വീഡിയോ കണ്ടാലോ? അപ്പം ഞാൻ കൊത്തു പൊറോട്ടയാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു പാൻ വെച്ചിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിലാണ് ഞാൻ ഒഴിച്ചത്. ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. മീഡിയം സൈസ് 2 സവാള ചെറുതായിട്ട് നുറുക്കിയതും കൂടെ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ചെറിയ പച്ചമുളക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ മസാല എല്ലാം കൂടെ ഒന്നിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ഒന്നിച്ചാണ് ഞാൻ ചതച്ചത്. ഹോൾ മസാലയിൽ 1 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്, പെരുംജീരകം ഉൾപ്പെടെ എല്ലാം കൂടെ ഞാൻ ഒന്നിച്ചാണ് ചതച്ചെടുത്തത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളി അതിലുണ്ടായിരുന്നു. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയുമാണ് അതിൽ ആവശ്യമുള്ള പൊടികൾ. ഒരുപാട് എരിവൊന്നും ഇതിന് വേണ്ട, ആവശ്യത്തിന് മതി. പൊടിയെല്ലാം നല്ല മൂത്ത് വരുമ്പോഴേക്കും നമുക്കൊരു ചെറിയ ടൊമാറ്റോ, ചെറുതല്ല ഒരു ഇടത്തരം വലിപ്പമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ 3 മുട്ടയാണ് ഇവിടെ ചേർക്കുന്നത്. 3 മുട്ട പൊട്ടിച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ 1 കപ്പിൽ കുറച്ച് ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. 2-3 പീസ് ചിക്കൻ എല്ലാം കൂടെ ഞാൻ ചെറിയ ചെറിയ പീസാക്കി അതും കൂടെ ആഡ് ചെയ്തു. ഇത് ഓപ്ഷനിലാണ്, അത് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. പിന്നെ മല്ലിയിലയും കൂടെ ആഡ് ചെയ്തു. ഇനിയാണ് നമ്മുടെ പൊറോട്ട ആഡ് ചെയ്യുന്നത്. ഒരു 3 പൊറോട്ട ഞാൻ കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്തു. ഞാനിവിടെ ചിക്കൻ ചേർത്ത സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾ കറി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അപ്പോൾ അത് വെജിറ്റബിൾ ഇഷ്ടപ്പെടുന്നവർക്ക് അത് കഴിക്കാം. ഇവിടെ ചിക്കൻ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കൊത്തി കൊടുക്കുക, ഇതുപോലെ. ഇത്രയേ ഉള്ളൂ, ഇവിടെ റെഡി ആയിട്ടുണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് പ്ലേറ്റോട്ട് സെർവ് ചെയ്യാം. കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റി ഐറ്റമാണിത്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഉണ്ടാക്കി കൊടുത്തിട്ട് കമൻസൊക്കെ കമൻറ്റ് ബോക്സിലിടുക. തീർച്ചയായിട്ടും പൊറോട്ട വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു ടേസ്റ്റി ഐറ്റം തന്നെയാണിത്. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്ന് നിങ്ങളുടെ കമൻസിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഈ ചാനലിന് ഇനിയും ആവശ്യമാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോസിനായി നിങ്ങൾ കാത്തിരിക്കുക. വീണ്ടും നമുക്ക് കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.